ന്യൂസ് ഓവറിലേക്ക് സ്വാഗതം. എന്റെ പെങ്ങൾ ശ്രീകുട്ടിയുടെ പെണ്ണ് കാണൽ ചടങ്ങാണ് ഇന്നത്തെ പ്രധാന വാർത്ത. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മണികണ്ഠൻ എന്റെ പെങ്ങളുമായിട്ട് ലൈനിലുണ്ട്. ക്ഷമിക്കണം, മണികണ്ഠൻ ലൈനിലുണ്ട്. പറയൂ മണികണ്ഠ, ആരൊക്കെയാണ് ചെറുക്കന്റെ കൂടെ വരുന്നത്? വീട്ടുകാരാണോ, കൂട്ടുകാരാണോ, കരക്കാരാണോ, അതോ കരകാട്ടക്കാരാണോ? പറയൂ കണിമണ്ട, മണികണ്ഠ. നിതീഷ്, ഉറ്റ സുഹൃത്തായ മൂന്നാനുമായിട്ടാണ് ചെറുക്കൻ പെണ്ണ് കാണാൻ വരുന്നത്. ഏകദേശം എത്ര മണിക്കാണ് അവരിവിടെ എത്തുന്നത്? ചെറുക്കൻ 4 കാലിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 കാലിൽ കൊള്ളാം. 4 കാലിലല്ല, 4 കാലിന്. അപ്പോൾ ഓക്കെ മണികണ്ഠൻ, കൂടുതൽ വിവരക്കേടുമായി നമുക്ക് പിന്നീട് ബന്ധപ്പെടാം. നമസ്കാരം. 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 ന്യൂസ് അവർ തുടരുന്നു. ചെറുക്കനും മൂന്നാനും ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. തെറ്റിപ്പോയി, വീട്ടിലെത്തിയിട്ടുണ്ട്. ചെറുക്കനോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എന്താണ് താങ്കളുടെ ജോലി? ഞാൻ ടിവിയിലെ വേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ പരിപാടി അവതരിപ്പിക്കുകയാണ്. വേസ്റ്റ് ഓഫ് കേരളയോ? എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതറിയില്ലേ, ചെക്കൻ ഓരോരോ വീട്ടിൽ ചെന്ന് അവരുണ്ടാക്കണ ഫുഡ് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ വാരി വലിച്ചൊരു തീറ്റയാണ്. ഇതിനെയാണ് വേസ്റ്റ് ഓഫ് കേരള എന്ന് പറയണത്. ഇതിന് ഞങ്ങൾ പറയുന്നത് തെണ്ടി തിന്നുക എന്നാണ്. മലയാളത്തിൽ അങ്ങനെയും പറയും. ഹലോ, നമസ്കാരം. ചെറുക്കനും മൂന്നാനും മണികണ്ഠൻ നായർ ഷോയിലേക്ക് സ്വാഗതം. മൂന്നാനെ, ഇതാരാ? ഇത് എന്റെ മൂത്ത മകനാണ്. എന്റെ ആദ്യത്തെ ചോദ്യം ചെറുക്കനോടാണ്. ചെറുക്കന് സ്വന്തമായിട്ട് ഒരു അച്ഛനുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് അദ്ദേഹം? പറയൂ. ചെറുക്കന്റെ അച്ഛൻ അറിയില്ലേ? ഭയങ്കര ഫേമസാ. 12 പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച ആളല്ലേ. എന്നിട്ട് അദ്ദേഹം ജയിച്ചോ? 12 പ്രാവശ്യവും തോറ്റു. പക്ഷെ 13ാമത്തെ പ്രാവശ്യം അയാൾ ജയിച്ചു. ജയിച്ച സന്തോഷത്തിൽ ഇത്തിരി പടക്കം പൊട്ടിച്ചതാ. മുണ്ടിന്റെ ഇടയിൽ നിന്നൊരു ഗുണ്ട് പൊട്ടി. ആ ഗുണ്ട ആളെയും കൊണ്ടങ്ങോട്ട് പോയി. ഓഹോ, അപ്പൊ പിന്നെ ചെറുക്കന് സ്വന്തക്കാരെന്ന് പറയാൻ ആരൊക്കെയാണുള്ളത്? പറയൂ. ഒരു ചേട്ടനും 2 അനീതിമാരും. ചേട്ടൻ എന്താണ് ജോലി? ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി. കൊള്ളാം. എന്താണ് പോസ്റ്റ്? അങ്ങനെ ഇന്ന പോസ്റ്റ് ഒന്നൊന്നുമില്ല. കംപ്ലൈന്റ് വന്നാൽ എല്ലാ പോസ്റ്റേലും കയറണം. പിന്നെ പെങ്ങാന്മാരുടെ കാര്യം, 2 പെങ്ങാന്മാരെയും കൂടി ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു. അതെന്തിനാണ് രണ്ടുപേരെയും ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചത്? 2 വീട് തകരുന്നത് കാണണ്ടല്ലോ. കൊള്ളാം, വളരെ നല്ല ഐഡിയ. എന്താണ് മൂന്നാനും ചെറുക്കനും തമ്മില് ഒരു കുശുകുശുപ്പ്? ഏയ്, ഇവൻ പെണ്ണിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം പറഞ്ഞതാ. എന്താണ് ചെറുക്കന്റെ സങ്കല്പം?